ജാപ്പനീസ് സിനിമകൾ ഇഷ്ടമുള്ള കൂട്ടുകാരുടെയൊക്കെ ഫേവറേറ്റ് ആയ ഒരു ആക്ടർ ആയിരിക്കും അല്ലെ തക്കാഷി ഫൂമിയ. ഫൂമിയ അഭിനയിച്ച 2024 റിലീസായ ടീസിംഗ് മാസ്റ്റർ തക്കാജി സാൻ എന്ന വളരെ രസകരമായ ഒരു അനിമെ ബേസ് ചെയ്തെടുത്ത കഥയാണ് ഇന്ന് നമ്മൾ മൂവി മാനിയ മൂവീസിലൂടെ കാണാനായി പോകുന്നത്. വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ സപ്പോർട്ട് ചെയ്തും കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല. കഥ തുടങ്ങുന്നത് അനിമെ കാണാൻ വളരെ ഇഷ്ടമുള്ള നമ്മുടെ കഥാനായകനായ നിഷിനെ കാണിച്ചുകൊണ്ടാണ്. നിഷ് അങ്ങനെ അനിമെ കണ്ടുകൊണ്ട് കിടക്കുന്ന ടൈമാണ് ഒരു ഫോൺ കോൾ വരുന്നത്. വേഗം തന്നെ ഫോൺ എടുത്തവൻ സംസാരിക്കുമ്പോഴൊക്കെ തന്നെ അവന്റെ മുഖമാകെ ബ്ലഷ് ചെയ്യുന്നത് നമുക്ക് കാണാം. അവന് വളരെ പ്രിയപ്പെട്ട ആരോ ആണ് മറുതലക്കലുള്ളതെന്ന് മനസ്സിലാക്കാം. എന്തായാലും സംസാരിച്ച് വിളിച്ച വ്യക്തിയാവട്ടെ താൻ അധികം വൈകാതെ നാട്ടിലേക്ക് മടങ്ങി വരാൻ പോവുകയാണെന്ന കാര്യങ്ങളൊക്കെ അവനോട് പറയുമ്പോൾ അവൻ ആകെ എക്സൈറ്റഡ് ആവുന്നുണ്ട്. അങ്ങനെ കോള് കട്ട് ചെയ്ത ശേഷം അവൻ അവിടെയുള്ള ഒരു ഹൈസ്കൂൾ കാലഘട്ടത്തിലെ ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് നോക്കുന്ന ടീമാണ് നമ്മൾ കാണുന്നത്. വിളിച്ചിരുന്നത് മറ്റാരുമല്ല, ഹൈസ്കൂൾ പഠനകാലത്തെ അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്ന തക്കാഗിയാണ്. തക്കാഗി നിഷിന്റെ കൂടെ സ്കൂളിൽ പഠിച്ച ഒരു ആളാണെങ്കിലും പിന്നീട് അവളുടെ പേരൻസ് ഒക്കെ വിദേശത്തായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോയിരുന്നു. അവളുടെ ആ പോക്കൊക്കെ അവനെ സംബന്ധിച്ച് ഭയങ്കര സങ്കടകരമായ ഒരു വേർപിരിയലായിരുന്നു. കാരണം നിഷ് ഭയങ്കര ഇൻട്രോവേർട്ട് ആയ ഒരാളാണ്. തക്കാഗി വളരെ സ്മാർട്ട് ആയ ഒരു പെൺകുട്ടി. അവളാകട്ടെ ഇടിച്ചു കയറി അവനുമായി സൗഹൃദം സ്ഥാപിക്കുകയും പിന്നീട് അവന്റെ നല്ലൊരു ഫ്രണ്ടായി അവൾ മാറുകയുമായിരുന്നു. ആക്ച്വലി അവന് ഫ്രണ്ട് എന്നതിനപ്പുറം അവളോട് ഒരു സ്പെഷ്യൽ ഇഷ്ടമുണ്ടായിരുന്നെങ്കിലും ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് തന്നെ അവൻ അത് ഒരിക്കലും തുറന്നു പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവളിപ്പോ മടങ്ങി വരാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുന്ന അവൻ വളരെ എക്സൈറ്റഡ് ആവുന്നുണ്ട്. പക്ഷെ അവൾ എന്നാണ് വരുന്നതെന്ന ഒരു കറക്റ്റ് ഡേറ്റ് ഒന്നും അവനോട് പറഞ്ഞിട്ടില്ല. എന്നാലും നിഷാകട്ടെ അടുത്തുള്ള ഒരു സ്കൂൾ, അതായത് ഇവർ പഠിച്ച സ്കൂൾ തന്നെയാണത്, അവിടെ തന്നെ PT ടീച്ചറായി വർക്ക് ചെയ്യുന്നുണ്ട്. അതും ഫുൾ ടൈം ജോബ് ഒന്നും അല്ല, പാർട്ട് ടൈം ജോബാണ്. കാരണം അവിടെ ഒരു പെർമനന്റ് സ്റ്റാഫ് അല്ല അവൻ. PT പീരീഡ് ഇല്ലാത്ത സമയത്ത് സ്കൂളിലെ ബാക്കി ക്ലീനിങ് വർക്കും പിന്നെ പ്രിൻസിപ്പലിനെ ഫയലിലൊക്കെ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യാനൊക്കെ താല്പര്യമുള്ളത് കൊണ്ട് തന്നെ നിഷ് ചെയ്യാറുണ്ട്. അങ്ങനെ നിഷിന്റെ ലൈഫ് ഇവിടെ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഒരു ദിവസം പ്രിൻസിപ്പൽ എത്തി പറയുന്നത് പുതിയൊരു ആർട്ട് ടീച്ചർ സ്കൂളിലേക്ക് വരാൻ പോകുന്നെന്നും ആളെ ഒന്ന് നിഷ് അസിസ്റ്റ് ചെയ്യണമെന്നും. പക്ഷെ പെട്ടെന്ന് ഒരാളോട് മിണ്ടാനൊക്കെ ഇൻട്രോവേർട്ടായി അവന് തീരെ താല്പര്യമേ ഇല്ല. അതുകൊണ്ട് ബുദ്ധിമുട്ട് തോന്നുന്നതുകൊണ്ട് തന്നെ ഒഴിഞ്ഞു മാറാൻ നോക്കുന്നുണ്ടെങ്കിലും പ്രിൻസിപ്പൾ സമ്മതിക്കുന്നില്ല. ആകെപ്പാടെ ടെൻഷൻ ആവുന്നതിന് പെട്ടെന്ന് തന്നെ അവിടെയുള്ള ബാക്കി ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം മൈൻഡ് ഒന്ന് ഡൈവേർട്ട് ചെയ്യാനേ. അങ്ങനെ അവിടെ ചെറിയ ക്ലീനിങ് ജോലിയൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്നതിന്റെ ഇടയിലാണ് പെട്ടെന്ന് നിഷ് ഉണ്ടായിരുന്ന അവിടുത്തെ കബോർഡിൽ നിന്ന് ഒരാൾ ചാടി ഇറങ്ങുന്നത്. അപ്പൊ അങ്ങനെ ഒരു കാര്യം ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിരുന്നില്ലാത്ത നിഷ ആകെ പേടിച്ച് പുറകോട്ട് വീഴുന്നു. നോക്കുമ്പോ അത് മറ്റാരും അല്ല, അവന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടായ അവന്റെ ക്രഷായ ടക്കാജിയാണ്. നീന്ത് ഇവിടെ നിന്ന് പെട്ടെന്ന് അവളെ കണ്ടവൻ ഞെട്ടുമ്പോഴേക്കും ഞാനാണ് ഇവിടുത്തെ പുതിയ ആർട്സ് ടീച്ചർ എന്നും കൂടി അവൾ പറയുമ്പോൾ അവൻ ഒന്നുകൂടെ ഷോക്കാവുന്നു. അപ്പൊ ഇവളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണോ തന്നോട് പ്രിൻസിപ്പൽ പറഞ്ഞതെന്ന് അവന് വിശ്വസിക്കാനേ വയ്യ. കാരണം പുതിയ ഒരാളാണെങ്കിൽ അവൻ വളരെ അൺകംഫർട്ടബിൾ ആയി ഫീൽ ചെയ്തേനെ. പക്ഷെ ഇത് തന്റെ ബെസ്റ്റ് ഫ്രണ്ടും ക്രഷും ഒക്കെ ആയ ആളായതുകൊണ്ട് ഒരു പരിചിതക്കുറവില്ലെങ്കിലും വർഷങ്ങൾക്ക് ശേഷം അവളെ കണ്ടതിന്റെ ഭയങ്കരമായ അമ്പരപ്പ് അവനുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുമ്പോഴേക്കും തക്കാജി നിഷിനെയും കൂട്ടി ബാ നമുക്കൊരു സ്ഥലം വരെ പോകാമെന്നും പറഞ്ഞ് കുട്ടിക്കാലത്ത് അവർ ഏറെ ടൈം ചെലവഴിക്കാറുണ്ടായിരുന്ന ഒരു സ്ഥലത്തേക്ക് പോകുന്നു. അന്ന് അവരവിടെ കുറെ നേരം സംസാരിച്ചിരിക്കുകയും പിന്നീട് ഒന്ന് റിലാക്സ് ചെയ്യാനായി ഒന്നിച്ച് പാട്ട് കേൾക്കുകയും ചെയ്യുന്നു. ആ സമയം ടക്കാഗി ഇവർ പണ്ട് ഒന്നിച്ചുണ്ടായിരുന്നപ്പോ നിഷിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾക്കുമായിരുന്നു. അതേ പാട്ട് തന്നെയാണ് അവിടെ പ്ലേ ചെയ്യുന്നത്. അത് വീണ്ടും അവനെ പഴയ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ അന്ന് ഈവനിങ് ഇവരുടെ കൂടെ ഹൈസ്കൂളിൽ പഠിച്ചിരുന്ന ജെൻ എന്നൊരു പയ്യന്റെ കല്യാണത്തിന് മുന്നേ ഉള്ള ചെറിയൊരു ട്രീറ്റ് ഉണ്ടായിരുന്നു ഫ്രണ്ട്സിന് വേണ്ടി. ടക്കാഗിയും നിഷിന്റെ കൂടെ അതിൽ പങ്കെടുക്കുകയും അവരെല്ലാം പഴയ ഫ്രണ്ട്സിനെ കണ്ട് ടൈം സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെ അവിടെ നിന്ന് മടങ്ങി പോകുന്ന ടൈം പണ്ടേ നിഷിനെ കളിയാക്കാറുണ്ടായിരുന്ന ടക്കാഗി അപ്പോഴും അവന് ചെറിയൊരു പ്രാങ്ക് കൊടുത്താണ് അവളുടെ താമസ സ്ഥലത്തേക്ക് പോകുന്നത്. എന്തോന്ന് അവനോട് പറയാനുണ്ടെന്നും പറഞ്ഞ് കണ്ണടച്ച് നിൽക്കാനായി പറയുകയും കണ്ണടച്ച് അവൻ ഇവളെന്തൊന്നും മിണ്ടാത്തേന്ന് ഓർത്ത് കണ്ണ് തുറക്കുമ്പോഴേക്കും ടക്കാഗി അവളുടെ വീട്ടിലേക്കുള്ള വഴിയിലേക്ക് നടന്നകലുകയും അവിടെ നിന്ന് അവന് ടാറ്റ കൊടുക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇവളുടെ സ്വഭാവത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന് അവനും മനസ്സിലാവുന്നു. അങ്ങനെ അടുത്ത ദിവസം തന്നെ ആ സ്കൂളിലെ ആർട്ട് ടീച്ചറായുള്ള തന്റെ ജോലിക്ക് ടക്കാഗി ചെല്ലുന്നുണ്ട്. പ്രിൻസിപ്പൽ പറഞ്ഞ കണക്ക് തന്നെ ആളെ അസിസ്റ്റ് ചെയ്തുകൊണ്ട് നിഷും കൂടെ തന്നെയുണ്ട്. അങ്ങനെ നല്ല രീതിക്ക് തന്നെ കുട്ടികളുമായി ഇന്ററാക്ട് ചെയ്ത് മുന്നോട്ട് പോകാനായി ടക്കാഗിക്ക് സാധിക്കുന്നു. അന്ന് ഈവനിങ് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഇവർ തിരിച്ച് താമസ സ്ഥലത്തേക്ക് പോകുന്ന ടൈം ഒരു വീട്ടിലേക്ക് കുറച്ച് സ്റ്റഡി മെറ്റീരിയൽസ് കൊണ്ടു കൊടുക്കുന്ന നിഷിനെ ടക്കാഗി ശ്രദ്ധിക്കുന്നുണ്ട്. ആ വീട്ടിലുള്ളത് ആരാണെന്നെല്ലാം പിന്നീട് അവൾ തിരക്കുമ്പോൾ അത് നമ്മുടെ സ്കൂളിൽ തന്നെ പഠിക്കുന്ന ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയാണ്. പക്ഷെ അവന് സോഷ്യൽ ആൻസൈറ്റിയുടെ ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്കൂളിൽ വന്ന് മറ്റു കുട്ടികൾക്കിടയിൽ ഇരുന്ന് പഠിക്കുന്നതൊക്കെ അവനെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ അവൻ ഇതുപോലെ സ്കൂളിലെ നോട്ട്സ് ഒക്കെ കൊണ്ടു കൊടുക്കും. അവൻ എക്സാം നന്നായി പാസ്സാവണം, മാർക്ക് മേടിക്കണം എന്നത് എന്റെയും വലിയ ആഗ്രഹമാണെന്നല്ല നിഷ് പറയുമ്പോൾ നിഷ് പണ്ടേ ഇങ്ങനെയാണ്. എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാനായി എല്ലാവരുടെയും മനസ്സറിഞ്ഞ് പെരുമാറാനായി അവന് പ്രത്യേകമായ ഒരു കഴിവുണ്ടെന്ന കാര്യമൊക്കെ അവൾ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. അങ്ങനെ അന്നും പണ്ടവർ ഒന്നിച്ചിവിടെ സന്ദർശിക്കാറുണ്ടായിരുന്ന ആരാധനാലയത്തിന്റെ അവിടെയും ഒക്കെ പോകുന്നുണ്ട്.
അങ്ങനെ അവിടെയൊക്കെ ഇരുന്ന് വർത്താനം പറയുമ്പോൾ ഇവിടെ നിന്ന് ഫ്രാൻസിലുള്ള തന്റെ പേരൻസിന്റെ അടുത്തേക്ക് പോയ ശേഷം ലൈഫ് ഒരിക്കലും പഴയ പോലെ ആയിട്ടില്ല, എന്തോ ഒന്ന് വല്ലാതെ മിസ് ചെയ്യുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു എപ്പോഴും ഉണ്ടായിരുന്നത്. അത് തന്റെ ഈ നാടും ഇവിടുത്തെ പ്രകൃതിയും ഇവിടുത്തെ കൂട്ടുകാരും നിഷും ഒക്കെ ആയിരുന്നു എന്നെല്ലാം ടക്കാഗി പറയുമ്പോൾ ഇപ്പൊ വീണ്ടും ഇങ്ങനെ ഇവിടെ ഇരിക്കാൻ കഴിയുന്നതിൽ ഒരുപാട് സന്തോഷം ഉണ്ടെന്നും കൂടി അവൾ പറയുന്ന ടീം അവളുടെ കൂടെ ലൈഫ് ഇനിയും കുറേ ദൂരം മുന്നോട്ട് പോകുന്നതിനെ പറ്റിയായിരുന്നു നിഷിന്റെ ചിന്ത മുഴുവൻ. അടുത്ത ദിവസം ഇവരുടെ ആ ഒരു ക്ലാസ്മേറ്റിന്റെ വെഡിങ് ആണ്. കല്യാണശേഷം കല്യാണ പെണ്ണെറിയുന്ന ബൊക്കെ കിട്ടുന്നത് ടക്കാഗിക്കും. അവൾ ആ ബൊക്കെ പിടിച്ചു നിൽക്കുന്നത് കണ്ട് അവളെ കല്യാണം കഴിക്കുന്നതിനെ പറ്റിയാണ് നിഷ് അപ്പോ സ്വപ്നം കണ്ടു നിൽക്കുന്നത്. അവൻ ഈ പകൽ സമയത്തും സ്വപ്നം കണ്ടു നിൽക്കുന്നത് കണ്ട് കൂട്ടുകാരൊക്കെ കളിയാക്കുന്നുണ്ട്. കല്യാണ ചെറുക്കനെ ഗിഫ്റ്റ് കൊടുക്കാൻ പോകുമ്പോൾ അവനാകട്ടെ എത്ര വർഷമായിട്ട് ഇങ്ങനെ സിംഗിൾ ആയിട്ട് നടക്കാം, ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേന്നൊക്കെ അവനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടീം. അവനും ടക്കാഗിയും വലിയ കൂട്ടായിരുന്നു പണ്ടുതൊട്ടെ, ഇപ്പോഴും അവർ ഒന്നിച്ചാണ്. അതുകൊണ്ട് തന്നെ അവർ വീണ്ടും ഒന്നിക്കുന്നതിനെ പറ്റി ഒരു കാര്യം ആ ഫ്രണ്ട് പറയുമ്പോൾ അതൊക്കെ കേട്ട് നിഷിന്റെ മനസ്സിൽ ഭയങ്കരമായ ഒരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ഇതിനെപ്പറ്റി ടക്കാഗിയോട് നേരിട്ട് ചെന്ന് സംസാരിക്കാനായിട്ടുള്ള ധൈര്യം അവനില്ല. അതുകൊണ്ട് തന്നെ അവനിങ്ങനെ അവളെ നോക്കി നിൽക്കുന്ന ടീമാണ്. അവളുടെ കയ്യിലുണ്ടായിരുന്ന ബൊക്കെ അടുത്തുണ്ടായിരുന്ന പൂളിലേക്ക് അറിയാതെ തട്ടി വീഴുന്നതും അത് കണ്ട് അവൾ ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്നതും നിഷ് ശ്രദ്ധിക്കുന്നത്. അവൻ ഒന്നും ആലോചിക്കാതെ വേഗം ആ പൂളിലേക്ക് എടുത്ത് ചാടുന്നുണ്ട് ആ ബൊക്കെ എടുക്കാനായി. എന്തോ ബൊക്കെ വീണപ്പോഴും ചാടാതിരുന്ന അവൻ ഈ ചാടിയത് കണ്ട് വീണ്ടും പൂളിലേക്ക് എടുത്ത് ചാടുന്നുണ്ട്. അവിടെ വെച്ച് ബൊക്കെ എടുത്ത് ടക്കാഗി കൊടുക്കുമ്പോൾ നിഷിനും ആ ബൊക്കെ മേടിക്കുന്ന ടക്കാഗിക്കും ഭയങ്കരമായ ഒരു സന്തോഷം തോന്നുന്നത് നമുക്ക് മനസ്സിലാക്കാം. എന്നാലും നനഞ്ഞു കുളിച്ച വസ്ത്രമൊക്കെ അവിടെ വെച്ച് തന്നെ ചേഞ്ച് ചെയ്ത് ഒന്ന് ഫ്രഷ് ആയാണ് അവർ തിരിച്ച് ആ ഒരു വെഡിങ് ഒക്കെ അറ്റൻഡ് ചെയ്ത് വീട്ടിലേക്ക് മടങ്ങുന്നത്. അങ്ങനെ പോകുന്ന ടൈം ഒരു ബൊക്കെ എടുക്കാൻ വേണ്ടി എടുപിടിയെന്ന് വെള്ളത്തിലേക്ക് ചാടിയതിനെ പറ്റിയൊക്കെ പറഞ്ഞ് അവൾ അവനെ കളിയാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സംസാരിച്ച് നടക്കുന്ന ടൈം ഇപ്പൊ ഫ്രണ്ടിന്റെ കല്യാണം കഴിഞ്ഞില്ല, അതുകൊണ്ട് തന്നെ നൈസായി ടക്കാഗിയുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ, അവൾക്ക് റിലേഷൻഷിപ്പ് വല്ലതും ഉണ്ടോ എന്ന് അറിയാനേ നിഷ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചോദിക്കുമ്പോഴേക്കും ഇല്ല, വിദേശത്ത് പോയെങ്കിലും അങ്ങനെ പുതിയൊരു റിലേഷൻഷിപ്പിലൊന്നും ഞാൻ പെട്ടിട്ടില്ല, ഞാൻ സിംഗിൾ തന്നെയാണെന്ന് അവൾ പറയുമ്പോൾ അവൻ അത് വളരെ സന്തോഷമാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്നുണ്ടായ ഒരു ധൈര്യത്തില് അടുത്ത് തന്നെ ഇവരുടെ ഈ ഹോം ടൗണിൽ നടക്കാനായി പോകുന്ന ഒരു ഫെസ്റ്റിവലിന്റെ ഫയർ വർക്ക്സ് കാണാനായി ഒന്നിച്ചു പോയാലോ എന്ന് അവൻ ചോദിക്കുമ്പോൾ അവൾ അതിൽ വളരെ ഹാപ്പി ആയിരുന്നു. എന്നാലും പിന്നീട് അടുത്ത ദിവസം ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ചുമ്മാ ഈ സ്ഥലമൊക്കെ ഒന്ന് ചുറ്റിക്കാണാനായി ടക്കാഗി തനിയെ പുറത്തേക്ക് പോകുമ്പോൾ അവൾ അവിടെ ആ ഒരു ഹൈസ്കൂൾ പയ്യനെ കാണുന്നുണ്ട്. അവന്റെ പേര് ഓഷിറോ എന്നാണ്. ഓഷിറോ അവിടെ ഇരുന്ന ചിത്രം വരയ്ക്കുന്നത് കണ്ട് ഒരു ആർട്സ് ടീച്ചറായ ടക്കാഗിയും അടുത്തു പോയിരിക്കുന്നു. ആദ്യം സോഷ്യൽ ആൻസൈറ്റി ഉള്ളതുകൊണ്ടും ഇങ്ങനെ ഒരു സ്ട്രേഞ്ചറിനോടൊക്കെ മിണ്ടാൻ ഒരു മടി അവനുള്ളതുകൊണ്ടും അവൻ മാക്സിമം മൈൻഡ് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിലും താന സ്കൂളിലെ പുതിയ ആർട്സ് ടീച്ചർ ആണെന്നും പറഞ്ഞ് പരിചയപ്പെടുന്ന ടക്കാഗി നിഷിന്റെ പേര് അവനോട് പറയുമ്പോഴേക്കും നിഷിന്റെ ഫ്രണ്ടാണ് ടക്കാഗി എന്ന് കേൾക്കുന്ന ഒഷിറോ വളരെ കാര്യമായി ടക്കാഗിയോട് സംസാരിച്ചു തുടങ്ങുന്നു. ഒഷിറോയെ സംബന്ധിച്ച് നിഷ് വളരെ കൈൻഡ് ആയ ഒരാളാണ്. കാരണം അവന് പഠിക്കാൻ നോട്ട്സും കാര്യങ്ങളൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ സ്കൂളിൽ പോകാൻ അവന് ബുദ്ധിമുട്ടുണ്ട് എന്ന ഒരു കാര്യം മനസ്സിലാക്കിയ നിഷാണ് അവന് വീട്ടിൽ ഇരുന്ന് പഠിക്കാനായിട്ടുള്ള എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നത്. പിന്നെ സ്കൂളിൽ പോയി പഠിക്കുക അല്ല ലൈഫിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞ് അവന് സമാധാനവും സന്തോഷവും എന്താണോ കൊടുക്കുന്നത് അത് ചെയ്യണമെന്നും വീട്ടിലിരുന്നായാലും നന്നായി ശ്രമിച്ചാൽ പഠിക്കാൻ സാധിക്കുമെന്നും പിന്നെ അവന് പടം വര വലിയ ഇഷ്ടമായതുകൊണ്ട് അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ അതും അവന്റെ മനസ്സിനൊക്കെ നല്ലൊരു റിലാക്സേഷൻ നൽകും. പഠനത്തിലും മൈൻഡ് റിലാക്സ് ആയി നന്നായി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുമെന്നെല്ലാം പറഞ്ഞാൽ നല്ലൊരു മെന്ററായി തന്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ് നിഷ് എന്നല്ല ഒഷിറോ പറയുന്നുണ്ട്. എന്നാലും ഇവരിവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് ഒരു പെൺകുട്ടി നോക്കി നിൽക്കുന്നത് നമുക്ക് കാണാം. അവളുടെ പേര് യൂന എന്നാണ്. യൂന പിന്നീട് നിഷിനെ കണ്ട് സംസാരിക്കുന്നു. നിഷാണ് ഒഷിറോയെ വീട്ടിൽ പഠിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് ഹെൽപ്പ് ചെയ്തതെന്ന് അറിയാവുന്ന യൂന നിഷിനോട് പറയുന്നുണ്ട്. ആക്ച്വലി ഞാൻ കാരണമാണ് ഒഷിറോ ക്ലാസ്സിൽ വരാതായത്. ഞാനൊരു ദിവസം അവനെ പ്രപ്പോസ് ചെയ്തു, അതിനുശേഷമാണ് അവൻ സ്കൂളിൽ വരാതായത്. എനിക്കത് വല്ലാത്ത കുറ്റബോധം തോന്നുന്നുണ്ട്. ഞാൻ അവനോട് സംസാരിക്കാനും കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനും ഒന്ന് ശ്രമിച്ചെങ്കിലും അവൻ എനിക്ക് മുഖം പോലും തരുന്നില്ല. എനിക്ക് ആകെ കുറ്റബോധം കാരണം ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെന്നെല്ലാം അവൾ പറയുമ്പോൾ എല്ലാം റെഡി ആവുമെന്ന് പറഞ്ഞ് നിഷ് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്തായാലും പിന്നീട് ടക്കാഗിയെയും ഒഷിറോയെയും നമ്മൾ കാണുമ്പോഴേക്കും രണ്ടുപേർക്കും കോമൺ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണല്ലോ ആർട്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു വ്യൂ പോയിന്റ് ഉള്ള സ്ഥലത്തേക്ക് അവനെ ടക്കാഗി കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെ ഇരുന്ന് ആ ഒരു മനോഹരമായ കാഴ്ച തന്റെ ക്യാൻവാസിലേക്ക് ഒഷിറോ പകർത്തുന്ന ടൈം സംസാരിക്കാൻ വല്ലാത്തൊരു ധൈര്യം തോന്നുന്നവൻ ആക്ച്വലി താൻ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ മൂലമൊന്നുമല്ല സ്കൂളിൽ വന്ന് പഠിക്കാത്തത്, അല്ലെങ്കിൽ ക്ലാസ്സിലെ കുട്ടികൾക്കിടയിൽ പഠിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടല്ല, മറിച്ച് എനിക്ക് സോഷ്യൽ ആൻസൈറ്റി ഉള്ളതറിയാലോ. അതുകൊണ്ട് തന്നെ എന്നെ ആരെങ്കിലും കൂടുതലായി കെയർ ചെയ്യുന്നെന്നോ ശ്രദ്ധിക്കുന്നെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്റെ ക്ലാസ്സിലെ യൂന എന്നെ പ്രപ്പോസ് ചെയ്തു. അതിനുശേഷം എനിക്ക് അവളുള്ള ക്ലാസ്സിലിരുന്ന് പഠിക്കാനൊന്നും ഒട്ടും തന്നെ കംഫോർട്ടബിൾ അല്ലായിരുന്നു. അവളെ ഫേസ് ചെയ്യാൻ തന്നെ വല്ലാത്തൊരു ബുദ്ധിമുട്ട്. അത് അവളോടുള്ള ഇഷ്ടക്കേട് കൊണ്ടല്ല, മറിച്ച് അവളെ പോലെ വളരെ മിടുക്കിയായ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കാൻ അല്ലെങ്കിൽ അവളുടെ സ്നേഹം കിട്ടാനൊന്നും എനിക്ക് അതിനുള്ള അർഹതയില്ലാന്നൊരു തോന്നൽ എന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണെന്നല്ല തന്റെ ഉള്ളിലെ പ്രശ്നങ്ങൾ ടക്കാഗിയോട് ഒഷിറോ തുറന്നു പറയുന്നു. അവന്റെ പ്രശ്നം മനസ്സിലാക്കുന്ന ടക്കാഗി ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ലോകത്ത് നമ്മളെ ആരെങ്കിലും സ്നേഹിക്കുക എന്നത് വലിയ ഒരു കാര്യമാണ്. അത് ലൈഫിൽ എല്ലാവർക്കും ആത്മാർത്ഥമായി കിട്ടുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ സ്നേഹിക്കപ്പെടുന്നത്. നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ അതിനെ ഒരു ബാധ്യതയായി കാണുകയല്ല വേണ്ടത്, മറിച്ച് അതൊരു ബ്ലെസ്സിങ് ആയി കാണണം. നമ്മളെ സ്നേഹിക്കുന്ന ആളെ നമ്മൾ ആ സ്നേഹം മൈൻഡ് ആക്കാതെ വിഷമിപ്പിക്കുകയല്ല വേണ്ടത്. അങ്ങനെ ഒരു ആത്മാർത്ഥമായ സ്നേഹം കണ്ടില്ല എന്ന് നടിക്കുമ്പോൾ അത് നാളെ നമ്മൾ
നമുക്ക് തന്നെ വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാക്കും. അത് അങ്ങനെ വിട്ട് കളയണ്ടായിരുന്നു എന്നൊരു കുറ്റബോധം പിന്നീട് ഉണ്ടാക്കുന്നെല്ലാം ടക്കാഗി പറയുന്നുണ്ട്. എന്തായാലും ടക്കാഗി പറഞ്ഞു മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ കേട്ട് ഒഷിറോ അടുത്ത ദിവസം തന്നെ സ്കൂളിലേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ച് അവൻ യൂനയോട് സംസാരിക്കുന്നു. രണ്ടുപേരും ഒന്നിച്ച് കൊയർ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു. അതിന്റെ പ്രാക്ടീസിന് ശേഷം അവൻ തന്നെയാണ് മുൻകൈ എടുത്ത് സംസാരിക്കാനായി ചെല്ലുന്നതെങ്കിലും അവൻ എന്തെങ്കിലും പറയും മുന്നേ അവളങ്ങനെ പ്രപ്പോസ് ചെയ്യാൻ പാടില്ലായിരുന്നു. അത് അവനെ അൺകംഫർട്ടബിൾ ആക്കും എന്നത് ചിന്തിക്കാതെ തന്റെ ഫീലിംഗ്സ് തുറന്നു പറഞ്ഞതിന് സോറി എന്നൊക്കെ പറഞ്ഞ് അവൻ വരാത്തതിനെ കുറിച്ചൊക്കെ അവൾ സംസാരിക്കുമ്പോൾ അങ്ങനെ അല്ലെന്നും ആക്ച്വലി അവളോട് തനിക്കും താല്പര്യമുണ്ടെന്നും പക്ഷെ താൻ ഒരു ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് തനിക്ക് അത് എങ്ങനെ തുറന്നു പറയണമെന്നോ അല്ലെങ്കിൽ അവൾ പ്രതീക്ഷിക്കുന്ന കണക്ക് ആ ഒരു ഫീലിംഗ്സ് തനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലോ എന്നൊക്കെ കരുതി തന്റെ തെറ്റിദ്ധാരണകൾ കൊണ്ട് തന്നെ താൻ അങ്ങനെ ഒഴിഞ്ഞു മാറിയതാണെന്നും അതിലിപ്പോ വല്ലാത്ത കുറ്റബോധം തനിക്കുണ്ടെന്നും ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കില്ലെന്നും പറഞ്ഞ് അവളോടുള്ള എല്ലാ ഇഷ്ടവും തുറന്നു പറഞ്ഞ് അവൻ തന്നെ അങ്ങനെ അവരുടെ റിലേഷൻഷിപ്പിന് ഇവിടെ ഒരു തുടക്കം കുറിക്കുന്നുണ്ട്. അവളും അത് കേട്ട് ഒരുപാട് ഹാപ്പി ആവുന്നു. അങ്ങനെ ഇവർ ഇപ്പോ എല്ലാ പ്രശ്നങ്ങളും മാറി ഒന്നിച്ചിരിക്കുന്നത് നിഷിനെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ അവനൊരു മോട്ടിവേഷനും കൂടി ആവുന്നു. മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് ടക്കാഗിയും താനും എത്രയും പെട്ടെന്ന് ഇതുപോലെ ഒന്നിക്കണമെന്ന ഒരു ആഗ്രഹം അവനുണ്ടാവുന്നു. എന്തേലും അവനാകട്ടെ പിന്നീട് ടക്കാഗിയെ ക്ഷണിച്ച ആ ഒരു ഫയർ ഫെസ്റ്റിവൽ നടക്കുന്ന ടീം അവിടെ വെച്ച് അവളെ പ്രപ്പോസ് ചെയ്യാമെന്ന് കരുതുന്നുണ്ട്. വർഷങ്ങളായി ഉള്ളിക്കൊണ്ട് നടക്കുന്ന ആ ഒരു ഇഷ്ടം തുറന്നു പറയാമെന്ന് കരുതി അങ്ങനെ പോകുന്നുണ്ടെങ്കിലും അവൻ അതിനുള്ള ധൈര്യം വരുന്നില്ല. പറഞ്ഞില്ല, മറിച്ച് അവളുടെ കൂടെ ഹാപ്പിയായി ടൈം സ്പെൻഡ് ചെയ്യുന്നു. അതിന് കാരണം അടുത്ത ദിവസം ഇവിടെ ആർട്സ് ടീച്ചറായി വന്ന ടക്കാഗിയുടെ സ്കൂളിലെ ലാസ്റ്റ് ഡേ ആണ്. അവൾ ഒരു 5 മാസത്തെ ട്രെയിനിങ് കണക്കാണ് അവിടെ വന്നതെന്നും നാളെയും കൂടി കഴിഞ്ഞ് അവൾ പോകുമെന്നും കൂടി മനസ്സിലാക്കുന്ന അവൻ വെറുതെ ഇപ്പൊ ഈ ഒരു ഇഷ്ടം തുറന്നു പറഞ്ഞ് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ട എന്ന കണക്കാണ് അത് പറയാതിരിക്കുന്നത്. അങ്ങനെ അടുത്ത ദിവസം സ്കൂളിൽ എല്ലാവരോടും യാത്ര പറഞ്ഞു അവൾ അങ്ങനെ ഇറങ്ങുന്ന ടീം നിഷാകട്ടെ വല്ലാത്തൊരു ഭാരം നിറഞ്ഞ മനസ്സോടുകൂടിയാണ് നിൽക്കുന്നത്. കാരണം അവനൊന്നും തന്നെ അവളോട് പറയാനേ സാധിച്ചില്ല. പറയണമെന്നുള്ളിലുണ്ട്, പക്ഷെ അതിനുള്ള ധൈര്യം ഇപ്പോഴും വരുന്നില്ല. പക്ഷെ ടക്കാഗി അവിടെ നിന്ന് പോകുന്നതിന് മുന്നേ ഒഷിറോയെ കണ്ട് സംസാരിക്കുന്നുണ്ട്. ഈ ടീം ഒഷിറോ അന്ന് ടക്കാഗി പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് അവന്റെ മനസ്സിലുള്ള ഇഷ്ടമൊക്കെ യൂനയോട് തുറന്നു പറഞ്ഞ ശേഷം അവന്റെ ലൈഫിൽ വന്ന മാറ്റങ്ങളെ പറ്റി പറയുന്ന കൂട്ടത്തിൽ തന്നെ നിഷിനും ടക്കാഗിക്കും ഇടയിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്, അവർ പറഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കുന്ന അവൻ അതിനെപ്പറ്റി ചോദിക്കുമ്പോഴേക്കും സത്യമാണെന്ന് തന്നെ അവൾ തുറന്നു പറയുന്നുണ്ട്. പക്ഷെ അത് തനിക്കും വർഷങ്ങളായി അവനോടുള്ള ഒരു ഇഷ്ടം തന്നെയാണ്, താനും ഇതുവരെ അത് തുറന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ടക്കാഗി നിഷിന് അങ്ങനെ ഒരു താല്പര്യം തന്നോട് ഉണ്ടോന്നറിയില്ല. താൻ കൊച്ചിൽ ഇവിടെ നിന്ന് വിദേശത്ത് പോകുന്നതിന് മുന്നേ പലതവണ തന്റെ ഇഷ്ടം അവനോട് വ്യക്തമാക്കാനായി ശ്രമിച്ചിട്ടും പല വഴി അതിന് നോക്കിയിട്ടും അവനെന്തോ പിടുത്തം തന്നിട്ടില്ല. ഇനി അവനത് മനസ്സിലാവാഞ്ഞിട്ടാണോ എന്നും അറിയില്ല എന്നെല്ലാം പറയുമ്പോൾ എന്ത് തന്നെ ആണെങ്കിലും അത് ഇൻഡയറക്റ്റ് ആയി പറയാൻ നോക്കിയ കാര്യങ്ങളല്ലേ, തുറന്നു പറയണം, മനസ്സ് ക്ലിയർ ആക്കണം. ഒരുപക്ഷെ രണ്ടുപേർക്കും ആ ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ വെറുതെ അത് പറയാതെ പോകുന്നതിലും എത്രയോ നല്ലതാണത് പറഞ്ഞ് ക്ലിയർ ആക്കുന്നതെന്ന് ഒഷിറോ പറയുമ്പോൾ അത് പറയാമെന്ന് തന്നെ ടക്കാഗിയും തീരുമാനിക്കുന്നു. പ്രത്യേകിച്ച് ഇനി താൻ ഇവിടെ ഇല്ലെങ്കിലോ, ഇനി ഇഷ്ടം തുറന്നു പറഞ്ഞാൽ തനിക്ക് അത് ഇവിടെ നിൽക്കാൻ ഒരു റീസൺ ആയാലോ എന്നൊക്കെ തോന്നി അവൾ അങ്ങനെ അത് പറയാനായി തീരുമാനിക്കുന്നുണ്ട്. എന്തായാലും അവൾ അങ്ങനെ അവന്റെ അടുത്തെത്തി എന്തെങ്കിലും പറയും മുന്നേ അവൻ ഇനിയും വൈകിച്ചൂടാന്ന് മനസ്സിലുറപ്പിച്ച് അവന്റെ ഉള്ളിൽ ഇത്രയും നാൾ കൊണ്ടു നടന്ന ആ ഒരു ഇഷ്ടം അവളോട് തുറന്നു പറയുമ്പോഴേക്കും താൻ അവനെ പ്രണയിച്ചിരുന്ന കണക്ക് തന്നെ പണ്ട് മുതലേ അവനും തന്നെ അത്രയും സീരിയസ് ആയി ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് കേൾക്കുമ്പോൾ അവൾ വളരെ ഹാപ്പി ആവുന്നു. അങ്ങനെ അവളും ആ ഒരു ഇഷ്ടങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് അവരങ്ങനെ പ്രണയിക്കാനായി ആരംഭിക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം നിഷാകട്ടെ ടക്കാഗിയെ സ്കൂളിലേക്ക് വിളിച്ചുകൊണ്ട് വരുന്നു. അവിടെ സ്റ്റുഡൻസ് അവൾക്ക് വേണ്ടി ഒരു ഫെയർവെൽ കണക്ക് ചെറിയൊരു കൊയർ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരുന്നു. യൂനയും ഉഷ്രയുമാണ് അതിന്റെ പ്രധാന ആൾക്കാർ. അവർ ഒന്നിക്കാൻ കാരണവും ഒരു വിധത്തിൽ നോക്കിയാൽ ടക്കാഗിയും നിഷും തന്നെയാണല്ലോ. അങ്ങനെ കുട്ടികളുടെ ആ ഒരു കൊയറിൽ പങ്കെടുക്കുന്ന തങ്ങളും സ്കൂൾ കാലഘട്ടത്തിൽ ഇതുപോലെ ഒന്നിച്ച് കൊയറിൽ ഉണ്ടായിരുന്നതും അന്നത്തെ മെമ്മറീസും ഒക്കെ അവർ വീണ്ടും ഓർത്തെടുക്കുന്നു. വളരെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷമായിരുന്നു അത് നിഷിനെയും ടക്കാഗിയും സംബന്ധിച്ച്. ഇവിടുത്തെ ആർട്സ് അധ്യാപിക എന്ന ഒരു ട്രെയിനിങ് കാലയളവ് അവസാനിച്ച് മുന്നോട്ട് പോകുന്ന ടക്കാഗിക്ക് എല്ലാവിധ ആശംസകളും കുട്ടികളും നേരുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുമ്പോഴേക്കും ഇപ്പോ ആ ഒരു 4-5 മാസത്തെ ടക്കാഗിയുടെ ഇങ്ങോട്ടേക്കുള്ള മടങ്ങി വരവ് ടക്കാഗിയുടെയും നിഷിന്റെയും ലൈഫ് തന്നെ മാറ്റിമറിച്ചിരിക്കുകയായിരുന്നു. ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് എന്ന രീതിക്ക് നിന്ന് അവരിപ്പോ വർഷങ്ങളായി ഉള്ളിൽ കൊണ്ട് നടന്ന ആ ഒരു ഇഷ്ടമൊക്കെ തുറന്നു പറഞ്ഞ് പ്രണയിക്കാനായി ആരംഭിച്ചിരിക്കുന്നു. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് നമ്മൾ കാണുമ്പോഴേക്കും അവർ വിവാഹിതരായി കുഞ്ഞൊക്കെയായി ഹാപ്പിയായി അങ്ങനെ ഒന്നിച്ച് സന്തോഷകരമായി ജീവിക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു കഥയുമായി കണ്ടുമുട്ടും വരെ ബൈ.